ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് നേരെ ഇവിടെ അടുത്തുള്ള മോർസണിലേക്ക് പോയി ഇച്ചിരി മീൻ മേടിക്കാവുള്ളത്. മീൻ മേടിച്ച് ചെന്നപ്പോഴത്തേനും അവിടെ നല്ല ജമന്തി 3 ചെറിയ പാക്കറ്റ്, അതായത് ഒരു പാക്കറ്റിനകത്ത് 6 എണ്ണമുള്ള, അങ്ങനെ 3 എണ്ണം വെറും 6 പൗണ്ടിന് കിട്ടി. അപ്പോൾ അത് നമ്മൾ രാവിലെ നേരെ വന്നിട്ട് ഇവിടെ മുഴുവൻ കുഴിച്ച് വെച്ചു. ഉണ്ടോ, ഡാഫോഡിൻ്റെ ഇടയിൽ കൂടെ ടോട്ടൽ 18 ചോട് കിട്ടി. നമ്മൾ അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് കുഴിച്ച് വെച്ചു. അപ്പോടെ അടിപൊളിയാക്കി നമ്മൾ. അപ്പം ജമന്തി വളർന്നു വിടാൻ ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ചയും കൂടെ എടുക്കും. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ചൂടെ വേരൊക്കെ പിടിച്ച് വന്ന് തളുത്ത് വരാം. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വെയിൽ 4-5 ദിവസമായിട്ട് വെയിലുള്ള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നരാടൻ നനച്ചു കൊടുക്കും. അപ്പം നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതിനിടയ്ക്ക് നമ്മൾ വണ്ടി കൂടെ ഒന്ന് കഴുകിയേക്കാമെന്ന് വെച്ചു. കുറേ ദിവസമായി വണ്ടി കഴിഞ്ഞ് അകത്ത് കുറേ ഒരു 1/4-3 മണിക്കൂറത്തെ പണിയാണ്. കാരണം പിള്ളേർ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളെല്ലാം ആയിട്ട് അത് അടുത്ത ദിവസം ചെയ്യാമെന്ന് വെച്ചു. വണ്ടി ശരിക്കും ഒന്ന് കഴുകാം. മോർസണിയിൽ നിന്ന് ഓഫർ കിട്ടിയതാണ് ഒരു ചാരുകസേര. ഇത് പുറത്ത് വെയിൽ കൊണ്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതും പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സൺ ലൗഞ്ചർ എന്ന് പറയും. നമുക്ക് ചെരിഞ്ഞ് നല്ല ചാരുകസേരയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് കിടക്കും. ഇവിടെ നമുക്ക് നല്ല വെയിൽ കിട്ടും. അതായത് 5-6 ഈ ഏരിയയിൽ നമുക്കിവിടെ നല്ല രീതിയിൽ വെയിൽ കൊള്ളാം. അടിപൊളിയല്ലേ. പശീനൊക്കെ എടുത്ത് പുറത്ത് വെച്ച് രാവിലെ ഇച്ചിരി പുതിനയിലൊക്കെ കൊടുത്തു. നല്ല എൻജോയ് ചെയ്ത് ശരിക്കും പശീനെല്ലാം അങ്ങ് കുളിപ്പിച്ചു. തീറ്റയൊക്കെ മാറ്റി വെള്ളവും മാറ്റി ഫ്രഷായി. മുയൽ കുത്തൻ ഇന്നലെ ഇട്ട് കൊടുത്ത് ക്യാബേജ് തൊലി കഴിക്കുകയാണ്. ഹലോ, കൂട പൊഴിയാൻ തുടങ്ങി. കാരണം ചൂടായതുകൊണ്ട് തണുപ്പായതിനും കൂട ഒഴിച്ചില്ലായിരുന്നു. ഇപ്പോൾ തൊടുമ്പോഴേ കൂട പൊഴിയാൻ തുടങ്ങി. നല്ല തിക്കായിട്ടൊക്കെയാണ്. ഇപ്പം ചെറിയൊരു കളർ ഷെയ്ഡ് വരാൻ തുടങ്ങി. നാളെ പനിൻ്റെ ഒരു ശല്യവും ഇല്ല. ഇങ്ങനെ നടന്നോളും. നമ്മളൊരുമാതിരി ആ വണ്ടി കുഴപ്പമില്ലാതെ കഴുകി. ഇനി അകവും കഴുകാനുണ്ട്. അത് പിന്നെ ആയാലും നാളെ ഞാൻ നോക്കാമെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാതെ വണ്ടി ഒന്ന് കഴുകി വിട്ടു. കാരണം ഇപ്പം ഈ വെയിലായതുകൊണ്ട് പൊടി അടിച്ചടിച്ച് ചെറിയ രീതിയിൽ അവിടെ ഇവിടെ പൊടിയുള്ളൂ. വലിയ ഈ ചെളിയില്ലാത്തതുകൊണ്ട് അത് വലിയ ചെളിയുടെ പ്രശ്നം വരുന്നില്ല. നമ്മൾ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തു. ഫിഷിനെല്ലാം നമ്മൾ രാവിലെ തീറ്റ കൊടുത്തു. കുറേ എണ്ണം തിന്ന് ബാക്കി കുറേ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ മോൻ കുറേ ദിവസം ഇതുങ്ങളെ ഇട്ട് പേടിപ്പിച്ചു. അത് കഴിഞ്ഞ്